ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് വിധിയെ തോൽപ്പിച്ച മഹാന്മാർ എന്ന പാഠാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ. അപ്പൊ എന്താണ്, കുറച്ചു പേരെ പഠിച്ചു നമ്മള്. ഹെലൻ കെല്ലറെ പഠിച്ചു, നെക്സ്റ്റ് ഹോൾമാനെ പറ്റി പഠിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ ചാൾസ് ഗ്രാൻഡേമാൻഡ് പഠിച്ചു, അത് കഴിഞ്ഞ് പ്രസിദ്ധനായ ആംഗലേയ കവിയായ ജോൺ മിൽട്ടനെ കുറിച്ചും പഠിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ അത്രയും കവികളെ കുറിച്ച് അത്രയും പേരെ കുറിച്ച്, അതായത് വിധിയെ തോൽപ്പിച്ച് ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ടും സമൂഹത്തിന്റെ ഉന്നതങ്ങളില് എത്തിയവരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതില് 3-4 പേരെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോ അതുവരെ ഒന്ന് വായിച്ചിട്ട് അതിന് ശേഷം തുടങ്ങാം മിസ്. ഓക്കെ. അപ്പോ മോൻ വായിച്ചു വന്നാല് ഓക്കെ. അവിടം വരെ വായിച്ച് നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പാഠം 9. വിധിയെ തോൽപ്പിച്ച മഹാന്മാർ. വിധി എല്ലാവരോടും ദയ കാണിക്കാറില്ല. ചിലരോട് ക്രൂരത കാണിക്കും. ചിലർ ജനിക്കും പോലെ കുരുടന്മാരായിരിക്കും. ചിലർ ബധിരന്മാർ, മറ്റു ചിലർ കൈകൾ ഉണ്ടാവില്ല. ഇനിയും ചിലർ 2 കാലുകളും തളർന്നവരായിരിക്കും. മൂകരായിട്ടും ചിലർ ജനിക്കും. അധികം ആളുകളും ഈ വൈകല്യം തങ്ങളുടെ വിധിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. പക്ഷേ ഈ വൈകല്യങ്ങളെ വെല്ലുവിളിക്കുന്നവരുണ്ട്. അങ്ങനെ തങ്ങളുടെ കുറവുകൾ വിജയത്തിലേക്കുള്ള ഏണിപ്പടികളായി മാറ്റിയ ധീരന്മാരുണ്ട്. അവരുടെ ജീവിത കഥകൾ നമുക്കൊരു പാഠമാണ്. വിശ്വപ്രസിദ്ധയായ ഹെലൻ കെല്ലർ അന്ധയും ബധിരയുമായിരുന്നു. കാണാനും കേൾക്കാനുമുള്ള കഴിവില്ലാതിരുന്നിട്ടും ഈ വൈകല്യത്തോട് അവർ പൊരുതി. എഴുത്തുകാരി, സാമൂഹിക പ്രവർത്തക എന്നീ നിലകളിൽ കീർത്തി നേടാൻ അവർക്ക് കഴിഞ്ഞു. 1880 ജൂലൈ 27 അമേരിക്കയിലെ ഡുസക്കുംബിയ എന്ന സ്ഥലത്താണ് ഹെലൻ ജനിച്ചത്. ജനിച്ചപ്പോൾ കാഴ്ചയ്ക്കോ കേൾവിക്കോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 1.5 വയസ്സായപ്പോൾ പിടിപെട്ട രോഗമാണ് അവരെ അന്ധയും മൂകയുമാക്കിയത്. എങ്കിലും അവർ നിരാശയായില്ല. ആനി സള്ളിവൻ എന്നൊരു അധ്യാപിക ഹെലനെ വിരൽത്തുമ്പുകൊണ്ട് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. ഉത്സാഹിയായ ഹെലൻ 24-ാം വയസ്സിൽ ബിരുദം സമ്പാദിച്ചു. ജീവിതം മുഴുവൻ അംഗവൈകല്യമുള്ളവർക്കുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അവർ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. വികലാംഗർക്ക് വെളിച്ചം നൽകാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഹെലൻ കെല്ലർ ആത്മകഥയുൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് നാവിക ഓഫീസർ ആയിരുന്ന ഹോൾമാൽ 24-ാമത്തെ വയസ്സിലാണ് അന്ധനായത്. അന്ധത നിഷ്ക്രിയനായിരിക്കാനല്ല, കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഹോൾമാൽ രാജ്യങ്ങളിൽ സഞ്ചാരം നടത്താൻ തീരുമാനിച്ചു. 40 വർഷം ആ യാത്ര നീണ്ടുനിന്നു. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഹോളണ്ട്, ഓസ്ട്രിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. സഞ്ചരിച്ച രാജ്യങ്ങളിലെ ജനങ്ങളെ മനക്കണ്ണുകൊണ്ട് മനസ്സിലാക്കാനും ജീവിത രീതികൾ നിരീക്ഷിക്കുകയും ചെയ്തു. സഞ്ചാര സാഹിത്യ കൃതികൾ കാഴ്ചയുള്ളവർ എഴുതിയിട്ടുള്ള കൃതികളേക്കാൾ ഭംഗിയുള്ളവയാണ്. 1857 മരിക്കുമ്പോൾ 71 വയസ്സായിരുന്നു. ചാൾസ് ഗ്രാൻഡൻമാൻ എന്ന ഫ്രഞ്ചുകാരന്റെ കഥ ഇതിനേക്കാൾ ആവേശകരമാണ്. പിറവിലെ കൈകളും കാലുകളും ചാൾസിനില്ലായിരുന്നു. വളരെ ചെറിയ രൂപം, 1 കിലോഗ്രാം മാത്രം തൂക്കം. അദ്ദേഹത്തിന്റെ ശരീരം അധികം വളർന്നില്ലെങ്കിലും ബുദ്ധിശക്തി അത്ഭുതകരമായാണ് വളർന്നത്. യൂറോപ്പിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ ഗണിതശാസ്ത്രജ്ഞനായി ചാൾസ് മാറി. 14-ാം വയസ്സിൽ തന്റെ നിസ്തുലമായ ബുദ്ധിശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് യൂറോപ്പ് മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. 1 അടി മാത്രം വീതിയുള്ള ഒരു മരപ്പെട്ടിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞുകൂടിയിരുന്നത്. നിരവധി അക്കങ്ങളുള്ള സംഖ്യകളെ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇക്കാലത്തെ ഇലക്ട്രോണിക് കാൽക്കുലേറ്ററിനേക്കാൾ വേഗത്തിലായിരുന്നു അദ്ദേഹം അത് ചെയ്തിരുന്നത്.
എത്ര കഠിനമായ കണക്കായാലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ മനസ്സുകൊണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 60 വയസ്സുവരെ ശാസ്ത്രത്തിലെ കുടുക്കുകളെല്ലാം അഴിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചു. പ്രസിദ്ധനായ ആംഗലേയ കവി ജോൺ മിൽട്ടൺ അന്ധനായി തീരുന്നത് 44-ാം വയസ്സിലാണ്. ഇതിനകം കവിയായി പേരെടുത്തത് അദ്ദേഹത്തിന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന അതിശ്രേഷ്ഠമായ മഹാകാവ്യം അദ്ദേഹം രചിക്കുന്നത് അന്ധനായതിനു ശേഷമാണ്. അങ്ങനെ വിധിയുടെ ക്രൂരതയ്ക്കെതിരെ പൊരുതി ഈ കവി ഉയർത്തെഴുന്നേറ്റു. ഓക്കെ, അത്ര വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് പഠിക്കാം. തോമസ് ഷെയ്ക്കർ എന്നൊരാൾ 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്നു. 2 കൈകളും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. വളഞ്ഞ ശരീരമായതിനാൽ നേരെ നിൽക്കുവാനും നടക്കുവാനും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പക്ഷികളുടെ തൂവലുകൾ കാൽവിരലുകൾക്കിടയിൽ തിരുകി ലേഖനങ്ങളും മറ്റും അദ്ദേഹം എഴുതി. അക്കാലത്തെ രാജാക്കന്മാരെ എല്ലാം ആകർഷിച്ചതാണ് അവ അല്ലെ. ആരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഇപ്പോ? തോമസ് ഷെയ്ക്കർ അല്ലെ. ഷെയ്ക്കർ എന്നൊരാൾ 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്നു അല്ലെ. ജർമ്മനിയിൽ ജീവിച്ചിരുന്ന തോമസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. 2 കൈകളും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. വളഞ്ഞ ശരീരമായതിനാൽ നേരെ നിൽക്കുവാനും നടക്കുവാനും കഴിഞ്ഞിരുന്നില്ല. വളഞ്ഞ ശരീരമായിരുന്നു, നേരെ 2 കൈകളും ഇല്ലായിരുന്നു, അതുപോലെ തന്നെ നേരെ നിൽക്കാനും നടക്കാനും ഒന്നും കഴിയാത്ത ആളായിരുന്നു. പക്ഷേ പക്ഷികളുടെ തൂവലുകൾ കാൽവിരലുകൾക്കിടയിൽ തിരുകി എന്ത് ചെയ്തു? ലേഖനങ്ങളും മറ്റും അദ്ദേഹം എഴുതി. അക്കാലത്തെ രാജാക്കന്മാരെ എല്ലാം ആകർഷിച്ചതാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ അല്ലെ. ഓക്കെ, അപ്പൊ തോമസ് ഷെയ്ക്കർ അല്ലെ. ലൂഡോ മിൽ ബെനഡിക്റ്റോവിക്സ് ഒരു പട്ടാളക്കാരനായിരുന്നു. അല്ലാത്ത പേരാണ്. ലൂഡോ മിൽ ബെനഡിക്റ്റോവിക്സ് ഒരു പട്ടാളക്കാരനായി. ഒരു യുദ്ധത്തിൽ 2 കൈകളും നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം ചിത്രകാരനായി തീർന്നു. കൈകളില്ലാത്ത ആൾ ചിത്രകാരനോ? അത്ഭുതം തോന്നുവല്ലേ? എന്നാൽ സത്യമാണ്. വലത് കൈമുട്ടിൽ ഒരു കൊളുത്തിട്ട് അതിൽ ബ്രഷ് പിടിച്ചാണ് ലൂഡോമിൽ ചിത്രം വരച്ചിരുന്നത്. ഇദ്ദേഹം ജീവിച്ചിരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അപ്പോ ഇങ്ങനെ അംഗവൈകല്യങ്ങളിലുള്ളവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടാവും അല്ലെ, ദൈവം കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ചെവി കേൾക്കാത്തവർക്കും കണ്ണ് കാണാത്തവർക്കും ഒരു പ്രത്യേക കഴിവ് അവർക്ക് ദൈവം നൽകിയിട്ടുണ്ടാവും അല്ലെ. കണ്ണ് കാണാൻ തളലൊക്കെ ഇങ്ങനെ വടിയും പിടിച്ച് നല്ല സുഖമായി നടന്നു പോകുന്നതാണ് നമുക്ക് അല്ലെ. പിന്നെ അത് മാത്രമല്ല അവർക്ക് അപാര ചെവി കേൾക്കൽ ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മളെ കാണി കുറച്ചും കൂടെ അവർ എപ്പോഴും എല്ലാ കാര്യത്തിലും ഇതായിരിക്കും. കാരണം അവർക്ക് ദൈവം പ്രത്യേകിച്ച് അറിഞ്ഞ് അനുഗ്രഹിക്കുന്നതാണ് അല്ലേ അത്. അപ്പോ അങ്ങനെയുള്ള കുറവുകളെയൊക്കെ നികത്തിക്കൊണ്ട് ഒരുപാട് പേരിങ്ങനെ എത്തിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്കും കുറവുകൾ ഇല്ലാതിരുന്ന നമുക്ക് പിന്നെ ജീവിതം എത്ര എളുപ്പമാണല്ലേ. അപ്പൊ ലൂഡോമിൽ ബെനഡിക്റ്റോവിക്സ് ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന് 2 കൈകളും നഷ്ടപ്പെട്ടു. അദ്ദേഹം ചിത്രകാരനായി തീർന്നു അല്ലെ. അതിനുശേഷം കൈകളില്ലാത്ത ആൾ ചിത്രകാരനോ? അത്ഭുതം തോന്നുവല്ലേ? എന്നാൽ സത്യമാണ്. വലത് കൈമുട്ടിൽ ഒരു കൊളുത്തിട്ട് അതിൽ ബ്രഷ് പിടിച്ചാണ് ലൂഡോമിൽ ചിത്രം വരച്ചിരുന്നത്. ഇദ്ദേഹം ജീവിച്ചിരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അടുത്ത ആരെക്കുറിച്ചാ പറഞ്ഞത്? അന്ധനായ ഗ്രീക്ക് കവി അല്ലെ, ഹോമർ. ഓക്കെ, അന്ധനായ ഗ്രീക്ക് മഹാകവി ഹോമർ രചിച്ച മഹാകാവ്യങ്ങളാണല്ലോ ലോകപ്രസിദ്ധങ്ങളായ ഇലിയഡും ഒഡീസിയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് നമുക്ക് ഹിസ്റ്ററിയിലും പഠിക്കാനുണ്ട്. ഞാൻ ഇങ്ങോട്ട് നിങ്ങൾക്ക്. അന്ധനായ ഗ്രീക്ക് മഹാകവി ഹോമർ രചിച്ച മഹാകാവ്യങ്ങളാണ് ലോകപ്രസിദ്ധങ്ങളായ ഇലിയഡും ഒഡീസിയും. കേൾവിശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട ബീഥോവൻ എന്ന പാശ്ചാത്യ സംഗീതജ്ഞൻ രചിച്ച സിംഫണികൾ ഇന്നും വിശ്വപ്രസിദ്ധങ്ങളത്രേ. അപ്പൊ കേൾവിശക്തി ഇല്ലാതിരുന്നിട്ടും ബീഥോവൻ എന്ന പാശ്ചാത്യ സംഗീതജ്ഞൻ രചിച്ച സിംഫണികൾ ഇന്നും വിശ്വപ്രസിദ്ധങ്ങളാണ്. ഉദാഹരണങ്ങൾ ഇനിയും ധാരാളമുണ്ട്. ജീവിതത്തിലേൽക്കുന്ന ഇത്തരം ദുഃഖങ്ങൾക്ക് അടിമപ്പെടരുത് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ വരും. പക്ഷെ നമ്മൾ അതിലൊന്നും പതറി പോകരുത്. ധൈര്യത്തോടെ അതിനെ നേരിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. വിജയം സുനിശ്ചിതമാണ്. അപ്പൊ എന്താ പറഞ്ഞത് ഇതിൽ നിന്ന് കൂടി? ഈ കഥ കുറെ പേരുടെ കുറവുകൾ ഉണ്ടായിട്ടും ഒരുപാട് മേഖലയിൽ ശോഭിച്ചവരെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. വിധിയെ തോൽപ്പിച്ച മഹാന്മാരും ആയവരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമുക്കിതിൽ നിന്ന് എന്താണ് കിട്ടുക? ഈ പാഠത്തിൽ കൂടി എന്താണ് ഉദ്ദേശിക്കുന്നത്?
അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ വരും. നമ്മൾ എന്ത് ചെയ്യണം? അതിനെയൊക്കെ ധൈര്യത്തോടെ സധൈര്യം നേരിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെയൊക്കെ മറികടന്ന് നല്ല മക്കളായി ഉയരങ്ങളിലെത്താൻ ശ്രമിക്കണം അല്ലെ? ഓക്കെ, അതിനു വേണ്ടിയാണ് ഇങ്ങനത്തെ എന്താ പറയാ വിധിയെ തെളിയിച്ച മഹാമാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലെ? നമ്മുടെ ജീവിതത്തിൽ അത് ഇൻവോൾവ് ആകും. എന്തെങ്കിലും നമുക്കൊരു പ്രചോദനം ഉണ്ടാവണം അതിൽ നിന്ന് അല്ലെ? ഒരു കഥ കേൾക്കാൻ, ഒരു മാതൃക, എന്തെങ്കിലും ഒരു കഥകൾ കേട്ടാൽ നമ്മൾ എന്തിനാ നമുക്കത് പറഞ്ഞു തരുന്നത്? ഇപ്പൊ നിങ്ങളോട് അന്ന് സാർ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് സെമിസ്റ്റർ ഹാഫ് ആയാലും ഇനിയും ഉണ്ട് അത്ര അല്ലെ? പന്ത് നമ്മുടെ കോട്ട തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇനിയും ജയിക്കാൻ അവസരങ്ങൾ ഒരുപാടുണ്ട്. ഇത്രയും നാൾ ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾ ഇനി എന്ത് ചെയ്യുക? കൃത്യമായി ക്ലാസ് കയറി ക്ലാസ് കേൾക്കുക അല്ലെ? അപ്പൊ ഇനിയും നമുക്ക് ഹാഫ് 6 മാസത്തോളം ഇനിയും ഉണ്ട് അല്ലെ? ഏകദേശം 5 മാസത്തോളം ഇനിയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇനിയെങ്കിലും നിങ്ങൾ നല്ല പോലെ കഴിഞ്ഞതിനെ കുറിച്ചിട്ട് വേവലാതിപ്പെടാനും ഇനി എന്ത് ചെയ്യുക? കിട്ടുന്ന അവസരങ്ങൾ ഇനിയും മുതലാക്കി നല്ലതുപോലെ മുന്നോട്ട് പോവുക അല്ലെ? അപ്പോ കുറവുകൾ ഉണ്ടായവരെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിച്ചത് അല്ലെ? അപ്പൊ കുറവുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എവിടെ വരെയും എത്താൻ പറ്റും, ലോകത്തിന്റെ നെറുകയിൽ എത്താൻ പറ്റും അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ മക്കളും നല്ലപോലെ പഠിച്ച് മുന്നേറുക അല്ലെ? ഓക്കെ, അതാണ് നമ്മൾ ഈ പാഠത്തിന് പഠിച്ചത്. ഇപ്പൊ ഉദാഹരണങ്ങൾ ഇനിയും ധാരാളം ഉണ്ട്. ഒരുപാട് പേരെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ജീവിതത്തിൽ ഏൽക്കുന്ന ഇത്തരം ദുഃഖങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? അടിമപ്പെടരുത് അല്ലെ? എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ നമ്മള് അതിൽ തളർന്നു പോകാൻ പാടില്ല. എന്ത് ചെയ്യണം? അതിനെയൊക്കെ ധൈര്യത്തോടെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. വിജയം സുനിശ്ചിതമാണ്. വിജയം നമുക്ക് ഉറപ്പായും നേടിയെടുക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യണം? ഏതിനെയും പേടിച്ച് ചടഞ്ഞുകൂടി ഇരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? സധൈര്യം നേരിടണം അല്ലെ? എന്ത് ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സധൈര്യം നേരിടണം. ധൈര്യത്തോടു കൂടി നമ്മൾ നേരിടണം. ഓക്കെ, അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു പാഠം അല്ലെ? അപ്പൊ ഇതാണ് പാഠം. നമ്മൾ മനസ്സിലായില്ലേ? ഏകദേശം നിങ്ങൾക്ക് കുറെ പേരെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോ അവരൊക്കെ ഓരോ കുറവുകൾ ഉണ്ടായിട്ടും ലോകത്തിന് തന്നെ നെറുകയിലെത്തിയവരാണ്. അതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷമം കണ്ടാലും നമ്മൾ അതൊന്നും ഒരു മൈൻഡും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യത്തോടെ മുന്നേറണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പാഠങ്ങളും ഓരോ ഗുണപാഠങ്ങളാണ് നമുക്ക് തരുന്നത് കുട്ടികൾക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ പ്രയോജനപ്പെടുത്തണം. ഓക്കെ, അപ്പൊ ഇന്ന് ഫെയ്ത്ത് ഷോണിപ്പം കുറെ പകുതിയോളം വായിച്ചു. അടുത്ത ഫെയ്ത്ത് ആണ് ഇത് വായിക്കേണ്ടത്. ഫെയ്ത്ത് വായിച്ച മോനെ എവിടുന്ന്? നമ്മളിപ്പൊ തുടങ്ങിയത് മുതൽ, അതായത് ലാസ്റ്റ്, അതായത് 39 പേജ് നമ്പർ 39 ലാസ്റ്റ് പാരഗ്രാഫ് മുതൽ തുടങ്ങിക്കോ. തോമസ് ഷെയ്ക്കർ എന്നൊരാൾ, അത് മുതൽ. ഫെയ്ത്ത് മ്യൂട്ട് ആണ് ഉള്ളത്, അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ മിസ്. ഓക്കെ, വീണ്ടും മ്യൂട്ട് ആയിട്ടുള്ളത്. മിസ് ഇന്ന് എവിടെ മൂലം മിസ് വായിക്കണ്ടേ? തോമസ് ഷെയ്ക്കർ എന്നൊരാൾ, അതായത് 39 പേജ് നമ്പർ 39 ലാസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ. തോമസ് ഷൈഗർ എന്നൊരാൾ 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്നു. 2 കൈകളും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് വളഞ്ഞ ശരീരമായതിനാൽ നേരെ നിൽക്കുവാനും നടക്കുവാനും കഴിഞ്ഞിരുന്നില്ല. പക്ഷികളുടെ തൂവലുകൾ കാൽവിരലുകൾക്കിടയിൽ തിരുക്കി ലേഖനങ്ങളിലും മറ്റും അദ്ദേഹം എഴുതി. ആ കാലത്തെ രാജാക്കന്മാരെല്ലാം ആകർഷിപ്പിച്ചതാണവ. ലൂഡോമിൽ ബെനഡിക്ടോവിക്സ് ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരു യുദ്ധത്തിൽ 2 കൈകളും നഷ്ടപ്പെട്ടതിനു ശേഷം അദ്ദേഹം ചിത്രം വരയ്ക്കാനായി തീർന്നു. കൈകളില്ലാത്തയാൾ ചിത്രകാരനോ? അത്ഭുതം തോന്നുന്നു അല്ലേ? എന്നാൽ സത്യമാണ്.
വലത്തു കൈമുട്ടിൽ ഒരു കൊളുത്തിട്ട് അതിൽ ബ്രഷ് പിടിപ്പിച്ചാണ് ലൂട്ടോണിൽ ചിത്രം വരച്ചിരുന്നത്. ഇദ്ദേഹം ജീവിച്ചിരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അന്ധനായ ഗ്രീക്ക് മഹാകവി ഹോമർ രചിച്ച മഹാകാവ്യങ്ങളെല്ലാം ആണല്ലോ ലോകപ്രസിദ്ധങ്ങളായ ഇലിയഡും ഒഡീസിയും. കേൾവി ശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട ബീഥോവൻ എന്ന പാശ്ചാത്യം സംഗീതജ്ഞൻ സിംഫോണിക്കൽ എന്നു വിശ്വപ്രസിദ്ധങ്ങളത്രേ. ഉദാഹരണങ്ങൾ ഇനിയും ധാരാളമുണ്ട്. ജീവിതത്തിലേൽക്കുന്ന ഇത്തരം ദുഃഖങ്ങൾക്ക് അടിമപ്പെടരുത്. ധൈര്യത്തോടെ അതിനെ നേരിടുക, മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വിജയം സുനിശ്ചിതമാണ്, ഉറപ്പാണ് അർത്ഥം. ഓക്കെ, ആൻമരിയ സ്റ്റാർട്ടിങ് മുതൽ വായിച്ചേ. ആൻമരിയ ക്ലാസ്സിൽ ഇപ്പൊ പണം കട്ടാവും മോനെ, അതുകൊണ്ട് ആൻമരിയ ഒന്ന് വായിക്കട്ടെ മോനെ. പാഠം 9. വിധിയെ തോൽപ്പിച്ച മഹാന്മാർ. വിധി എല്ലാവരോടും ദയ കാണിക്കാറില്ല. ചിലരോട് ക്രൂരത കാണിക്കും. ചിലർ ജനിക്കുമ്പോഴേ കുരുടന്മാരായിരിക്കും, ചിലർ ബധിരന്മാർ, മറ്റു ചിലർക്ക് കൈകളുണ്ടാവില്ല. ഇനിയും ചിലർ 2 കാലുകളും തളർന്നവരായിരിക്കും. മൂകരായിട്ടും ചിലർ ജനിക്കും. അധികം ആളുകളും ഈ വൈകല്യം തങ്ങളുടെ വിധിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. പക്ഷെ ഈ വൈകല്യങ്ങളെ വെല്ലുവിളിക്കുന്നവരുണ്ട്. അങ്ങനെ തങ്ങളുടെ കുറവുകൾ വിജയത്തിലേക്കുള്ള ഏണിപ്പടികളാക്കി മാറ്റിയ ചില ധീരന്മാരുണ്ട്. അവരുടെ ജീവിത കഥകൾ നമുക്കൊരു പാഠമാണ്. വിശ്വപ്രസിദ്ധയായ ഹെലൻ കെല്ലർ അന്ധയും ബധിരയുമായിരുന്നു. കാണാനും കേൾക്കാനുമുള്ള കഴിവില്ലാതിരുന്നിട്ടും ഈ വൈകല്യത്തോട് അവർ പൊരുതി. എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിൽ കീർത്തി നേടാൻ അവർക്ക് കഴിഞ്ഞു. 1880 ജൂലൈ 27 അമേരിക്കയിലെ റുസൻകുംബിയ എന്ന സ്ഥലത്താണ് ഹെലൻ ജനിച്ചത്. ജനിച്ചപ്പോൾ കാഴ്ചയ്ക്കോ കേൾവിക്കോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 1.5 വയസ്സ് ഉള്ളപ്പോൾ പിടിപെട്ട രോഗമാണ് അവരെ അന്ധയും മൂകയുമാക്കി മാറ്റിയത്. എങ്കിലും അവർ നിരാശയായില്ല. ആനി സല്ലിവൻ എന്നൊരു അധ്യാപിക ഹെലനെ വിരൽ തുമ്പുകൊണ്ട് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. ഉത്സാഹിയായ ഹെലൻ 24-ാം വയസ്സിൽ ബിരുദം സമ്പാദിച്ചു. ജീവിതം മുഴുവൻ അംഗവൈകല്യമുള്ളവർക്കായുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അവർ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. വികലാംഗർക്ക് വെളിച്ചം നൽകാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഹെലൻ കെല്ലർ ആത്മകഥയുൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് നാവിക ഓഫീസറായിരുന്ന ഹോൾമാൽ 24-ാമത്തെ വയസ്സിലാണ് അന്ധനായത്. അന്ധത നിഷ്ക്രിയനായിരിക്കാനല്ല, കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഹോൾമാൻ ലോകരാജ്യങ്ങളിൽ സഞ്ചാരം നടത്താൻ തീരുമാനിച്ചു. 40 വർഷം ആ യാത്ര നീണ്ടു നിന്നു. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഹോളണ്ട്, ഓസ്ട്രിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. സഞ്ചരിച്ച രാജ്യങ്ങളിലെ ജനങ്ങളെ മനക്കണ്ണുകൊണ്ട് മനസ്സിലാക്കുകയും ജീവിത രീതികൾ നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നിരവധി യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിന്റെ സഞ്ചാര സാഹിത്യ കൃതികൾ കാഴ്ചയുള്ളവർ എഴുതിയിട്ടുള്ള കൃതികളെക്കാൾ ഭംഗിയുള്ളവയാണ്. 1857 മരിക്കുമ്പോൾ 71 വയസ്സായിരുന്നു. ചാൾസ് ഗ്രാൻഡെമാന്റ് എന്ന ഫ്രഞ്ചുകാരന്റെ കഥ ഇതിനേക്കാൾ ആവേശകരമാണ്. പിറവിയിലെ കൈകളും കാലുകളും ചാൾസിനില്ലായിരുന്നു. വളരെ ചെറിയ രൂപം, 1 കിലോഗ്രാം മാത്രം തൂക്കം. അദ്ദേഹത്തിന്റെ ശരീരം അധികം വളർന്നില്ലെങ്കിലും ബുദ്ധിശക്തി അത്ഭുതകരമായാണ് വളർന്നത്. യൂറോപ്പിലെ ആ
കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ ഗണിതശാസ്ത്രജ്ഞനായി ചാൾസ് മാറി. 14-ാം വയസ്സിൽ തന്റെ നിസ്തുലമായ ബുദ്ധിശക്തി പ്രകടമാക്കിക്കൊണ്ട് യൂറോപ്പ് മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. ഒരടി മാത്രം വീതിയുള്ള ഒരു മരപ്പെട്ടിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. നിരവധി അക്കങ്ങളുള്ള സംഖ്യകളെ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇക്കാലത്ത് ഇലക്ട്രോണിക് കാൽക്കുലേറ്ററേക്കാൾ വേഗതയോടെ ആയിരുന്നു അദ്ദേഹം അത് ചെയ്തിരുന്നത്. എത്ര കഠിനമായ കണക്കായാലും നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സുകൊണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 60 വയസ്സുവരെ ഗണിതശാസ്ത്രത്തിലെ ഊരാക്കുടുക്കുകളെല്ലാം അഴിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചു. പ്രസിദ്ധനായ ആംഗലേയ കവി ജോൺ മിൽട്ടൺ അന്ധനായി തീർന്നത് 44-ാം വയസ്സിലാണ്. ഇതിനകം കവിയായി പേരെടുത്തിരുന്ന അദ്ദേഹത്തിന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന അതിശ്രേഷ്ഠമായ മഹാകാവ്യം അദ്ദേഹം രചിക്കുന്നത് അന്ധനായതിനു ശേഷമാണ്. അങ്ങനെ വിധിയുടെ ക്രൂരതയ്ക്കെതിരെ പൊരുതി ഈ കവി ഉയർത്തെഴുന്നേറ്റു. തോമസ് ഷ്വൈക്കർ എന്നൊരാൾ 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്നു. 2 കൈകളുമില്ലായിരുന്നു അദ്ദേഹത്തിന്. വളഞ്ഞ ശരീരമായതിനാൽ നേരെ നിൽക്കുവാനും നടക്കുവാനും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പക്ഷികളുടെ തൂവലുകൾ കാൽവിരലുകൾക്കിടയിൽ തിരുകി ലേഖനങ്ങളും മറ്റും എഴുതി. അക്കാലത്തെ രാജാക്കന്മാരെ എല്ലാം ആകർഷിച്ചതാണവ. ലൂഡോമിൽ ബെനഡിക്റ്റോവിക്സ് ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരു യുദ്ധത്തിൽ 2 കൈകളും നഷ്ടമായതിനു ശേഷം അദ്ദേഹം ചിത്രകാരനായി തീർന്നു. കൈകളില്ലാത്ത ആൾ ചിത്രകാരനോ? അത്ഭുതം തോന്നുന്നു, അല്ലേ? എന്നാൽ സത്യമാണ്. വലത് കൈ മുട്ടിൽ ഒരു കൊളുത്തിട്ട് അത് ബ്രഷ് പിടിച്ചാണ് ലൂഡോമിൽ ചിത്രം വരച്ചിരുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അന്ധനായ ഗ്രീക്ക് മഹാകവി ഹോമർ രചിച്ച മഹാകാവ്യങ്ങളാണല്ലോ ലോകപ്രസിദ്ധമായ ഇലിയഡും ഒഡീസിയും. കേൾവിശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട ബീഥോവൻ എന്ന പാശ്ചാത്യ സംഗീതജ്ഞൻ രചിച്ച സിംഫണികൾ ഇന്ന് പ്രസിദ്ധങ്ങളത്രേ. ഉദാഹരണങ്ങൾ ഇനിയും ധാരാളമുണ്ട്. ജീവിതത്തിൽ ഏൽക്കുന്ന ഇത്തരം ദുഃഖങ്ങൾക്ക് അടിമപ്പെടരുത്. ധൈര്യത്തോടെ അതിനെ നേരിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. വിജയം സുനിശ്ചിതമാണ്. ദിയനെയും ആൻമരിയെയും കിട്ടൂല ഷോണെ. ഏത് സമയം പിടിച്ചു കെട്ടേണ്ടി വരും, അല്ലേ ഷോണെ? ദിയ വേഗം വായിച്ചോ. പാഠം 9. വിധിയെ തോൽപ്പിച്ച മഹാന്മാർ. വിധി എല്ലാവരുടെയും ദയ കാണിക്കാറില്ല. ചിലരോട് ക്രൂരത കാണിക്കും. ചിലർ ജനിക്കുമ്പോഴേ കുരുടന്മാരും ചിലർ ബധിരന്മാരും മറ്റു ചിലർ കൈകാലും ഉണ്ടാവില്ല. ഇനിയും ചിലർ 2 കാലുകളും തളർന്നവരായിരിക്കും. മുക്കരായിട്ട് ചിലർ ജനിക്കും. അധികം ആളുകളും ഈ വൈകല്യം തങ്ങളുടെ വിധിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. പക്ഷേ ഈ വൈകല്യങ്ങളെ വെല്ലുവിളിക്കുന്നവരുണ്ട്. അങ്ങനെ തങ്ങളുടെ കുറവുകൾ വിജയത്തിലേക്ക് ഏണിപ്പടികളാക്കി മാറ്റിയ ചില ധീരന്മാരുണ്ട്. അവരുടെ ജീവിത കഥകൾ നമുക്ക് ഒരു പാഠമാണ്. വിശ്വപ്രശസ്ത ഹെലൻ കെല്ലർ അന്ധയും ബധിരയുമായിരുന്നു. കാണാനും കേൾക്കാനും കഴിവില്ലാതിരുന്നിട്ടും ഈ വൈകല്യത്തോട് അവർ പൊരുതി. എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിൽ കീർത്തി നേടാൻ അവർക്ക് കഴിഞ്ഞു. 1880 ജൂലൈ 27 അമേരിക്കയിലെ ടൂസ്കംബി എന്ന സ്ഥലത്താണ് ഹെലൻ ജനിച്ചത്. ജനിച്ചപ്പോൾ കാഴ്ചയ്ക്കോ കേൾവിക്കോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 1.5 വയസ്സുള്ളപ്പോൾ പിടിപെട്ട രോഗമാണ് അവർ അന്ധയും മുഖ്യമായി മാറ്റിയത്. എങ്കിലും അവർ നിരാശയായില്ല. ആനി സല്ലിവൻ എന്നൊരു അധ്യാപക ഹെലനെ വിരൽത്തുമ്പ് കൊണ്ട് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. ഉത്സാഹിയായ ഹെലൻ 24-ാം വയസ്സിൽ ബിരുദം സമ്പാദിച്ച് ജീവിതം മുഴുവൻ അംഗവൈകല്യമുള്ളവർക്കായുള്ള സേവന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ട് അവർ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. വികലാംഗർക്കും വെളിച്ചം നൽകാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഹെലൻ കെല്ലർ ആത്മകഥയുൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് നാവിക ആഫീസറായിരുന്ന ഹോൾമാൻ 24-ാമത്തെ വയസ്സിലാണ് അന്ധനായത്. അന്ധത
നിഷ്ക്രിയനായിരിക്കാനല്ല, കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഹോൾമർ ലോക രാജ്യങ്ങളിൽ സഞ്ചാരം നടത്താൻ തീരുമാനിച്ചു. 40 വർഷം ആ യാത്ര നീണ്ടു നിന്നു. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഹോളണ്ട്, ഓസ്ട്രേലിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. സഞ്ചരിച്ച രാജ്യങ്ങളിലെ ജനങ്ങളെ മനക്കണ്ണുകൊണ്ട് മനസ്സിലാക്കുകയും ജീവിത രീതികൾ നിരീക്ഷിക്കുകയും ചെയ്തു കൊണ്ട് നിരവധി യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിന്റെ സഞ്ചാര കൃതികൾ കാഴ്ചയുള്ളവർ എഴുതിയിട്ടുള്ള കൃതികളേക്കാൾ ഭംഗിയുള്ളവയാണ്. 1887 മരിക്കുമ്പോൾ 71 വയസ്സായിരുന്നു. ചാൾസ് ഗ്രാൻഡ്മാൻ എന്ന ഫ്രഞ്ചുകാരന്റെ കഥ ഇതിനേക്കാൾ ആവേശകരമാണ്. പിറവിയിലെ കൈകളും കാലുകളും ചാൾസിന് ഇല്ലായിരുന്നു. വളരെ ചെറിയ രൂപം, 1 കിലോഗ്രാം മാത്രം തൂക്കം. അദ്ദേഹത്തിന്റെ ശരീരം അധികം വളർന്നില്ലെങ്കിലും ബുദ്ധിശക്തി അത്ഭുതകരമായാണ് വളർന്നത്. യൂറോപ്പിലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും മഹാനായ ഗണിതശാസ്ത്രജ്ഞനായി ചാൾസ് മാറി. 16-ാം വയസ്സിൽ തന്റെ നിസ്തുലമായ ബുദ്ധിശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് യൂറോപ്പ് മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. 1 അടി മാത്രം വീതിയുള്ള ഒരു മരപ്പെട്ടിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. നിരവധി അക്കങ്ങളുടെ സംഖ്യകൾ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇക്കാലത്തെ ഇലക്ട്രോണിക് കാൽക്കുലേറ്ററേക്കാൾ വേഗതയോടെയാണ് അദ്ദേഹം അത് ചെയ്തിരുന്നത്. എത്ര കഠിനമായ കണക്ക് ആയാലും നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സുകൊണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 60 വയസ്സുവരെ ഗണിതശാസ്ത്രത്തിലെ ഊരാക്കുടുക്കുകൾ എല്ലാം അഴിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചു. പ്രശസ്തനായ ആംഗലേയ കവി ജോൺ മിൽട്ടൺ അന്ധനായി തീർന്നത് 44-ാം വയസ്സിലാണ്. ഇതിനകം കവിയായി പേരെടുത്തിരുന്ന അദ്ദേഹത്തിന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന അതിശ്രേഷ്ഠമായ മഹാകാവ്യം അദ്ദേഹം രചിക്കുന്നത് അന്ധനായതിനു ശേഷമാണ്. അങ്ങനെ വിധിയുടെ ക്രൂരതയ്ക്കെതിരെ പൊരുതി ഈ കവി ഉയർത്തെഴുന്നേറ്റു. തോമസ് ഷൈവൽ എന്നൊരാൾ 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്നു. 2 കൈകാലുമില്ലായിരുന്ന അദ്ദേഹത്തിന്. വളഞ്ഞ ശരീരമായതിനാൽ നേരെ നിൽക്കാനും നടക്കുവാനും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പക്ഷിയുടെ തൂവലുകൾ കാൽ വിരലുകൾക്കിടയിൽ തിരുകി ലേഖനങ്ങളും മറ്റും അദ്ദേഹം എഴുതി. അക്കാലത്ത് രാജാക്കന്മാരെ എല്ലാം ആകർഷിച്ചത് അവയാണ്. ലൂഡോമിൽ ബെറ്റോവിക്സ് ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരു യുദ്ധത്തിൽ 2 കൈകാലുകൾ നഷ്ടപ്പെട്ടതിനു ശേഷം അദ്ദേഹം ചിത്രകാരനായി തീർന്നു. കൈകാലില്ലാത്ത ആൾ ചിത്രകാരനോ? അത്ഭുതം തോന്നുന്നു അല്ലേ? എന്നാൽ സത്യമാണ്. കൈകളില്ലാത്ത ആൾ, കൈകാലല്ല കൈകൾ. കൈകളില്ലാത്ത ചിത്രകാരനോ? അത്ഭുതം തോന്നുന്നു അല്ലേ? എന്നാൽ സത്യമാണ്. വലത്തെ കൈമുട്ടിൽ ഒരു കൊടുത്ത് അതിൽ ബ്രഷ് പിടിച്ചാണ് ലൂഡോമിൽ ചിത്രം വരച്ചിരുന്നത്. ഇദ്ദേഹം ജീവിച്ചിരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. പ്രധാനായ ഗ്രീക്ക് മഹാകവി ഹോമർ രചിച്ച മഹാകാവ്യങ്ങളാണല്ലോ ലോകപ്രസിദ്ധങ്ങളായ ഇലിയഡും ഒഡീസിയും. കേൾവിശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട ബീഥോവൻ എന്ന പാശ്ചാത്യ സംഗീതജ്ഞൻ രചിച്ച സിംഫണികൾ ഇന്നും വിശ്വപ്രസിദ്ധമാണ്. ഉദാഹരണങ്ങൾ ഇനിയും ധാരാളമുണ്ട്. ജീവിതത്തിലേക്കുന്ന ഇത്തരം ദുഃഖങ്ങൾ അടിമപ്പെടരുത്. ധൈര്യത്തോടെ അതിനെ നേരിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. വിജയം സുനിശ്ചിതമാണ്. മിസ്, ഇന്നെടുത്ത മുതലല്ലേ? ഇന്നെടുത്ത മുതൽ വായിച്ചാൽ മതി, കാരണം വായിച്ചല്ലേ. തോമസ് ഹൈവക്കർ എന്നൊരാൾ 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്നു. 2 കൈകളും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. വളരെ വളഞ്ഞ ശരീരമായതിനാൽ നേരെ നിൽക്കുവാനും നടക്കുവാനും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പക്ഷികളുടെ തൂവലുകൾ കാൽ വിരലുകൾക്കിടയിൽ തിരുകി ലേഖനങ്ങളും മറ്റും അദ്ദേഹം എഴുതി. ഇക്കാലത്തെ രാജാക്കന്മാരെല്ലാം ആകർഷിച്ചതാണവ. ലൂഡോമിൽ ബെറ്റോവിക്സ് ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരു യുദ്ധത്തിൽ 2 കൈകളും നഷ്ടപ്പെട്ടതിനു ശേഷം അദ്ദേഹം
ചിത്രകാരനായി തീർന്നു. കൈകളില്ലാത്തയാൾ ചിത്രകാരനോ? അത്ഭുതം തോന്നുന്നല്ലേ? എന്നാൽ സത്യമാണ്. വലത് കൈമുട്ടിൽ ഒരു കൊളുത്തിട്ട് അതേ ബ്രഷ് പിടിച്ചാണ് ലൂഡോമിൽ ചിത്രം വരച്ചിരുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നത് 19ാം നൂറ്റാണ്ടിലായിരുന്നു. അന്ധനായ ഗ്രീക്ക് മഹാകവി ഹോമർ രചിച്ച മഹാകാവ്യങ്ങളാണല്ലോ ലോക പ്രസിദ്ധങ്ങളായ ഇലിയട്ടും ഒഡീസയും. കേൾവിശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട ബിതോവൻ എന്ന പാശ്ചാത്യ സംഗീതജ്ഞൻ രചിച്ച സിംഫണികൾ ഇന്നും വിശ്വപ്രസിദ്ധങ്ങളത്രേ. ഉദാഹരണങ്ങൾ ഇനിയും ധാരാളമുണ്ട്. ജീവിതത്തിലേക്കുള്ള ഇത്തരം ദുഃഖങ്ങൾക്ക് അടിമപ്പെടരുത്. ധൈര്യത്തോടെ അതിനെ നേരിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. വിജയം സുനിശ്ചിതമാണ്. ഓക്കെ. അപ്പോ നമ്മുടെ ആ പാഠം ഇന്ന് എല്ലാ മക്കളും എന്ത് ചെയ്യുക? 2-3 തവണ നല്ലതുപോലെ വായിക്കുക അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് അർത്ഥം പറയാം അല്ലെ? അടുത്ത ക്ലാസ്സിൽ അർത്ഥം മുതൽ പറയാം. ഓക്കെ. അപ്പൊ എല്ലാരും നല്ലപോലെ വായിക്കണം 2-3 പ്രാവശ്യം. ഒരു ഓഡിയോ ക്ലിപ്പ് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ. ബൈ. Okay, bye. See you.